മഹാലക്ഷ്മി സീരിയലിലെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മേഘനാഥൻ ഏർപ്പാടാക്കിയ ഗുണ്ടകളിൽ നിന്നും മാർക്കോന് അത്യാവശ്യം അടി തന്നെ കിട്ടുന്നുണ്ട്. എന്നാലും മാർക്കോ തിരിച്ചും മേഘനാഥന് നല്ല രീതിയിൽ തന്നെ അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മാർക്കോ മേഘനോട് പറയുന്നുണ്ട്, ഞാനാണ് മഞ്ജുവിൻ്റെ കാമുകനെന്നല്ലേ നീ കരുതിയിരിക്കുന്നത്. മാത്രമല്ല ഇങ്ങനെ ഒരു രംഗം ഞാൻ മുന്നേ തന്നെ കരുതിയിട്ടുണ്ടായിരുന്നു എന്നും. പക്ഷേ നീ വിചാരിച്ചതുപോലെയൊന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത്. മഞ്ജുവിൻ്റെ ഇപ്പോഴത്തെ വരൻ ആരെന്ന് നിനക്ക് കാണണ്ടേ എന്ന് മേഘനോട് ചോദിക്കുന്നുണ്ട് മാർക്കോ. അവരുടെ വിവാഹത്തിന് ശേഷമുള്ള ഫോട്ടോ ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മേഘനാഥനെ മഞ്ജുവിൻ്റെ ഫോട്ടോ എല്ലാം കാണിച്ചു. ആ ഫോട്ടോയിൽ സാഗറും അതുപോലെ മഞ്ജുവും ലോപ്പസും ആ രജിസ്റ്റർ ഓഫീസിലുണ്ടായ എല്ലാവരും നിൽക്കുന്ന ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. മേഘനാകെ ഞെട്ടിത്തരിക്കുകയാണ്. മേഘൻ ഒരിക്കലും ഇത്രയും വലിയൊരു അടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. താൻ മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കാൻ ഇറക്കിയ ആൾ തന്നെ എൻ്റെ ഭാര്യയെ കൊണ്ട് പോയല്ലോ എന്ന് ഓർത്ത് മേഘനാകെ നിരാശപ്പെടുകയാണ്. അങ്ങനെ മാർക്കോയുടെ കയ്യിൽ നിന്നും തല്ലുകിട്ടിയ അവശനായ മേഘനാഥൻ വരുന്നത് കമലേശ്വരം വീട്ടിലേക്കാണ്. മേഘനെ കണ്ട് ദുർഗയും കരുണയും ഉണ്ണിയും എല്ലാം ഓടിയെത്തുന്നു. എന്നിട്ട് ദുർഗ ചോദിക്കുന്നുണ്ട്, എൻ്റെ മോളെ കണ്ടുപിടിച്ചോ മോനെ, അവൾക്ക് എന്താ സംഭവിച്ചതെന്നെല്ലാം ചോദിച്ചറിയുന്നുണ്ട്. നിന്നെ ആരെങ്കിലും തല്ലിയോ മോനെ എന്നെല്ലാം ദുർഗ ആ കൂട്ടത്തിൽ ചോദിക്കുന്നുണ്ട്. മേഘനാഥൻ കലിയോടുകൂടി ദുർഗയോട് മറുപടി പറയുന്നുണ്ട്, അവൾ ഇനി തിരിച്ചു വരില്ല, അവൾ ഇന്നും മറ്റൊരാളുടെ ഭാര്യയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, മേഘേട്ടൻ എന്തുട്ടാ ഈ പറയുന്നത്, മേഘേട്ടൻ്റെ ഭാര്യയല്ലേ അവൾ ഇന്നും, വിവാഹബന്ധം വേർപ്പെടുത്താണ്ട് മറ്റൊരു വിവാഹം കഴിക്കുന്നത് എങ്ങനെയാണെന്നെല്ലാം ഉണ്ണി ചോദിക്കുന്നു. മേഘം പറയുന്നു, അതൊന്നും ഇപ്പം എൻ്റെ തലയിലേക്ക് കയറുന്നില്ല, അതെന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല, അവൾ എന്നെ കളഞ്ഞിട്ട് പോയത് മറ്റൊരാൾക്കൊപ്പം ജീവിക്കാൻ വേണ്ടിയാണെന്ന് മേഘം പറയുമ്പോൾ ഇത് കേൾക്കുന്ന കരുണ പറയുന്നുണ്ട്, ഇതിൻ്റെ എല്ലാം കാരണക്കാരി ആ മഹാലക്ഷ്മി നിങ്ങളുടെ കണ്ണേട്ടനും തന്നെയാണ്. മഞ്ജുവിൻ്റെ മനസ്സിൽ മാർക്കോക്ക് ഒരിടം നേടിക്കൊടുത്തതും എന്നിട്ട് ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം പ്ലാൻ ചെയ്തതും അവർ തന്നെയാണെന്നെല്ലാം ഉറച്ചു പറയാണ് കരുണ. ഇതെല്ലാം കേട്ടു നിന്ന മേഘൻ പറയുന്നുണ്ട്, ആ മാർക്കോയുടെ കൂടെയല്ല മഞ്ജു ഒളിച്ചോടി പോയിരിക്കുന്നതെന്ന്, ആ സാഗറിനൊപ്പമാണ് മഞ്ജു ഇന്ന് ഒളിച്ചോടി പോയിരിക്കുന്നതെന്ന് കേൾക്കുന്നതോടെ ദുർഗയും കരുണയും ഉണ്ണിയും എല്ലാവരും ആകെ അതിശയിച്ചു നിൽക്കുകയാണ്. മഹാലക്ഷ്മിയുടെ മനസ്സിൽ ഇടം നേടാൻ നീ ഇറക്കിയ വാടക ഗുണ്ടയല്ലേ ഈ സാഗർ എന്ന് പറഞ്ഞ് ദുർഗ ആകെ വിഷമിക്കുന്നുണ്ട്. ആ സമയം അവിടേക്ക് മഹാലക്ഷ്മിയും കണ്ണനും എത്തുന്നുണ്ട്. കണ്ണനാണെങ്കിൽ മേഘനാഥനെ കാണുമ്പോൾ ദേഷ്യമാവുകയാണ്. മേഘനാഥൻ്റെ സ്വഭാവ ഗുണങ്ങളെല്ലാം മാർക്കോ പറഞ്ഞ് വിശദമായിട്ട് ഒന്നും കൂടി അറിഞ്ഞതുകൊണ്ട് തന്നെ വളരെയേറെ ദേഷ്യത്തോട് നിൽക്കുകയാണ് കണ്ണൻ. മേഘനാഥനോട് കണ്ണൻ പറയുന്നുണ്ട്, നിൻ്റെ ഭാര്യ നിന്നെ വിട്ട് പോയാൽ അതിശയിക്കാനൊന്നുമില്ല, നിൻ്റെ വഴിവിട്ട ബന്ധങ്ങൾ തന്നെയാണ് അവൾ പോകാൻ കാരണമെന്ന് പറയാണ്. വിവാഹത്തിന് ശേഷം തൻ്റെ ഭർത്താവിന് ഒരു കാമുകിയും അതിലൊരു കുഞ്ഞുമുണ്ടെന്നറിഞ്ഞ പെണ്ണിനാട് അത് സഹിക്കാൻ പറ്റുന്നതെന്നെല്ലാം മേഘനോട് ചോദിക്കുന്നു കണ്ണൻ. ഇത് കേട്ടതോടെ അവിടെ എല്ലാവരും അതിശയിച്ച് നിൽക്കണം മേഘനാഥൻ്റെ ഈ പ്രവൃത്തിയെല്ലാം കേട്ടിട്ട്. മേഘനാണ് കണ്ണൻ്റെയും മഹാലക്ഷ്മിയും അതുപോലെ എല്ലാവരെയും മുന്നിൽ ഉത്തരമുട്ടി നിൽക്കുകയാണ് മേഘനാഥൻ. അങ്ങനെ ദുർഗയാണെങ്കിൽ മേഘനാഥൻ്റെ ഈ സ്വഭാവങ്ങളെല്ലാം അറിഞ്ഞ് വളരെയേറെ ദുഃഖിക്കുന്നുണ്ട്. പിന്നീട് ഈ സംഭവങ്ങളെല്ലാം സീമന്തിനിയും വാമദേവനും അറിയുന്നു. അതുപോലെ അവർക്കും ഇത് വലിയൊരു ഷോക്കായി നിൽക്കുകയാണ്. സീമന്തിനിക്കാണെങ്കിൽ മഞ്ജുവിനോട് വലിയ അടുപ്പമൊന്നുമില്ല, എന്നാലും മഞ്ജു കൊണ്ടുവരുന്ന സ്വത്തിലായിരുന്നു അവരുടെ കണ്ണു മുഴുവനും. പക്ഷേ വാമദേവന് അങ്ങനെയല്ല, കൂടപ്പിറപ്പിൻ്റെ മകളെന്ന രീതിയിലും ഒരു സ്നേഹമുണ്ട്. എന്നാലും അവളെ ആ തെറ്റിൽ നിന്നും തിരുത്തി മേഘനാഥൻ്റെ ജീവിതത്തിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരണമെന്നെല്ലാമാണ് വാമദേവൻ സീമന്തിനോടായിട്ട് പറയുന്നത്. പിന്നീട് ഈ വിവരം പ്രതാപനും മുത്തശ്ശിയും അറിയുന്നുണ്ട്. പ്രതാപൻ പറയുന്നുണ്ട്, ഭൂലോക പാഴായ ഒരുത്തൻ്റെ കൂടി ഇവൾ എന്ത് കണ്ടിട്ടാണ് ഇറങ്ങിപ്പോയതെന്നെല്ലാം അമ്മയും മോനും കൂടെ സംസാരിച്ചിരിക്കുകയൊക്കെയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഒരു കൂലിയും വേലയും പണിയും ഇല്ലാത്തവൻ്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം ഇതുപോലുള്ളവൻ്റെ ഒക്കെ കൂടെ പോകുന്നതായിരിക്കും എന്നെല്ലാം മുത്തശ്ശിയും പറയുന്നു. അങ്ങനെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് വളരെ ത്രില്ലിംഗ് ആയ എപ്പിസോഡുകളാണ്, നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോസ് എല്ലാം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.